തൃശൂർ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ ഒരുങ്ങി മുന്നണികൾ. തൃശൂർ DCCയുടെ നേതൃത്വത്തിൽ പട്ടികയുടെ പരിശോധന തുടരുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൗനം തുടരുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന തലത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇന്ന് തൃശൂരിലുണ്ട്. നട്രാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, നമ്മൾ തന്നെ പുറത്തുവിട്ട വാർത്തകൾ കൊടുക്കം വലിയ തോതിലുള്ള പ്രതിഷേധം ഇരമ്പുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും BJP നേതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത് വലിയൊരു ക്രമക്കേടായി ഞങ്ങൾ കാണുന്നതേയില്ല, സ്വാഭാവികമായി സംഭവിക്കുന്നത് മാത്രമാണ്. എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? CPM-ഉം കോൺഗ്രസും LDF-ഉം UDF-ഉം എന്നൊക്കെ ഒരു പരിഹാസരൂപേണ ഇന്നലെ K. സുരേന്ദ്രനും സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും ഒക്കെ ചോദിക്കുന്നത് കണ്ടു. പക്ഷേ പ്രതിഷേധം തുടരാൻ തന്നെയാണ് DCCയുടെയും CPM-ൻ്റെയും LDF-ൻ്റെയും ഒക്കെ നീക്കങ്ങൾ. പ്രതിഷേധത്തിൻ്റെ തുടർ പരിപാടികൾ എങ്ങനെയായിരിക്കും? ഇന്നിപ്പോൾ BJPയുടെ എന്തെങ്കിലും പ്രതിഷേധ പരിപാടികളുണ്ടോ? സൈഫു, മീഡിയ വൺ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ പ്രകമ്പനങ്ങളാണ് പല ഭാഗത്തും ഉണ്ടായത്. സംസ്ഥാന വ്യാപകമായി പ്രതികരണം വന്നു. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചു. നിയമപരമായ നടപടികളുമായി പലരും മുന്നോട്ട് പോയി. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരക്ഷരം ഒരു കാര്യത്തിലും ഉരിയാടിയില്ല. കൊട്ടിഘോഷിക്കപ്പെട്ട BJPയുടെ വിജയം ഇപ്പോൾ അവരെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ പല കാര്യങ്ങളിലും പ്രതികരിക്കാറുള്ള കേന്ദ്രമന്ത്രി ഒരക്ഷരം വേണ്ടിയിട്ടില്ല, ഒരു കാര്യവും അദ്ദേഹത്തിന് പറയാനില്ല. പ്രത്യേകിച്ച് വോട്ടർ പട്ടിക ക്രമക്കേടിലോ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുഭാഷ് ഗോപിക്കും കുടുംബത്തിനും ഉണ്ടെന്ന് കണ്ടെത്തിയ ഇരട്ട വോട്ടുകളിലോ മറ്റ് നമ്മൾ പുറത്തുവിട്ട വാർത്തകളിലോ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറിനുള്ള വ്യാജ വോട്ടിലോ ഒന്നിലും തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. BJP ഒരു ഡിഫൻസിൽ ഇത്തരത്തിൽ നിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസം പ്രതിഷേധ പരിപാടിയും സ്വീകരണവും BJP നടത്തി. തങ്ങളെ ഇത് ബാധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ളൊരു സന്ദേശം നൽകാൻ BJP ശ്രമിച്ചു. പക്ഷേ BJP വലിയൊരു പ്രതിരോധത്തിലാണ് എന്ന കാര്യമാണ് സത്യം. കോൺഗ്രസും കഴിഞ്ഞ ദിവസം മുതൽ വ്യാപകമായ ഒരു പട്ടിക പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ആ പരിശോധന ഇന്നും തുടങ്ങും. എല്ലാം ക്രോഡീകരിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. അതിനുള്ള ശ്രമത്തിലാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ഉം ഇത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. CPIയുടെ പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ VS സുനിൽകുമാറിലൂടെ കേട്ടു. ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും പ്രതികരണം വരികയാണ്. കോൺഗ്രസ് ഇന്ന് നൈറ്റ് മാർച്ച് നടത്തുന്നുണ്ട്. മറ്റ് യുവജന സംഘടനകളും അവരുടേതായ പ്രതിഷേധ പരിപാടികളിലും മറ്റും ആലോചിക്കുന്നുണ്ട്. എന്തായാലും പല കാര്യങ്ങളിലും പല കോണുകളിലും നമ്മുടെ വാർത്ത പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തീരുന്നില്ല. കൂടുതൽ കണ്ടെത്തലുകൾ വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും വരാനുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ നീളുകയാണ്. നിയമ നടപടിക്ക് നേരത്തെ തന്നെ പലരും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. TN പ്രതാപൻ നൽകിയ പരാതിയിൽ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം പോയത്. അതായത് സുരേഷ് ഗോപി തെറ്റായ സത്യവാങ്മൂലം സമർപ്പിച്ചു എന്നാണ് TN പ്രതാപൻ പറയുന്നത്. അതുപോലെ തന്നെ വ്യാജ വോട്ടർ ക്രമക്കേടിലും അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന തരത്തിൽ ആരോപണം വരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അത് എപ്പോഴാണ് അതിൻ്റെ റിപ്പോർട്ട് വരിക എന്നുള്ള കാര്യം ഇതൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ പുറത്തുവിട്ട വാർത്തയുടെ പ്രകമ്പനങ്ങൾ പല ഭാഗത്തും ഇപ്പോഴും തുടരുകയാണെന്ന് പറയാം. ഇന്ന് ബിനോയ് വിശ്വം നഗരത്തിലുണ്ട്. ഇന്ന് ബിനോയ് വിശ്വത്തിന് ഈ വിഷയത്തിൽ എന്തെല്ലാമാണ് പറയാനുള്ളത് എന്നും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സൈഫ്.